അസൂയയ്ക്കും കുശുമ്പിനും മരുന്നില്ല മക്കളെ. അനുമോള് കപ്പ് പൊക്കി. ഇത് അവിടെ നിങ്ങൾ ആ സ്റ്റേജിൽ ഇരിക്കുന്നത് കണ്ടാൽ അറിയാൻ പറ്റും. മസ്താനി, ലക്ഷ്മി, പ്രവീണ്, പിന്നെ അഭിലാഷ്, ഇവര് 4-5 പേര് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നതും ആർത്ത് വിളിക്കുന്ന അല്ലാതെ ബാക്കി എല്ലാവരും അവിടെ തന്നെ ഇരിക്കണം. ഞാൻ പറയട്ടെ, നിങ്ങളടുത്ത് ശത്രുതയുള്ള ആളോ ഇനി എന്തോ ചെയ്ത് വിന്നറാവട്ടെ, എന്ത് ചെയ്താലും അത് ഒരു ബേസിക് മര്യാദയാണ്. ഒരാൾ ജയിക്കുമ്പോൾ പെട്ടെന്ന് എഴുന്നേക്കുക അല്ലെങ്കിൽ കൈയടിക്കുക എന്നുള്ളത് ഒരു ബേസിക് മര്യാദയാണ്. ആ മര്യാദ ഇത് എന്തോ ഇമാതിരി അസൂയയും കുശുമ്പുവോ, ഇത്രയ്ക്ക് അസൂയയും കുശുമ്പോ. കുറച്ച് 2 മിനിറ്റ് സ്റ്റക്കാണേ, 2 മിനിറ്റ് സ്റ്റക്ക്. കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ 2 മിനിറ്റ് സ്റ്റക്ക് ഇങ്ങനെ ഇരിക്കുന്നു. അനുമോള വലത് കയ്യിലല്ലേ ലാലേട്ടൻ അനീഷിനെ പിടിച്ചത്? ഇതുവരെ എല്ലാ സീസണിലും വലത് കൈ തന്നെ പൊക്കിയത്, ഈ സീസൺ മാത്രം ഇടത് കൈ പൊക്കി. അപ്പൊ അവള് ക്വാളിറ്റി ഇല്ലാത്തവള് തന്നെയാണ്. നാളെ പോലും ഇത് തന്നെയായിരിക്കും പറഞ്ഞു നടക്കാൻ പോകുന്ന. എന്തെങ്കിലും വേണ്ടേ പറയാൻ വേണ്ടി? അസൂയയും കുശുമ്പും പിടിച്ച ഞാൻ ഒരാളുടെയും പേരെടുത്ത് പറയണില്ല. കാരണം പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉടനെ പലരും, സത്യം ഈ സീസൺ ഞാൻ ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടില്ല, പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അൻസിഫെ എന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞത്, അൻസിഫെ എന്നെ എങ്ങനെ തന്നെ പറഞ്ഞത്, ഒരാളെന്നല്ല പലരും വിളിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പേര് ഞാൻ പറയുന്നില്ല. ആർക്കൊക്കെയാണെന്നുള്ളത് അസൂയയും കുശുമ്പും ഉള്ളത് ആ വീഡിയോ വിന്നറിനെ അനൗൺസ് ചെയ്യുമ്പോൾ ആരൊക്കെ എങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ഇരുന്നുള്ള അത് കണ്ടു നോക്കുക. ഇങ്ങനെ അസൂയയും കുശുമ്പുവോ? അത് PR കൊടുക്കാത്തവരാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് അസൂയയും കുശുമ്പും കാണിക്കാം. PR കൊടുത്തവർക്കാണ് ഈ പ്രശ്നം. PR കൊടുത്തവർക്കാണ് പ്രശ്നം. നിങ്ങൾ കൊടുത്തില്ലേ PR എല്ലാവരും കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, 25 പേരിൽ 20 പേര് ഏതാണ്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവർക്ക് എന്താണ് പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല. അത്ര അസൂയയും കുശുമ്പും. അനുമോള് കപ്പ് പൊക്കിയിട്ടുണ്ട്. അതിനകത്ത് PR-ന്റെ ബലം ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഉറപ്പായിട്ടും PR-ന് അതിനകത്തൊരു ഇൻഫ്ലുവൻസ്, PR അതിനകത്തൊരു ഘടകം തന്നെയാണ്. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ നമ്മളെ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ജനങ്ങൾ വിചാരിക്കാതെ ഒരു പരിപാടി നടക്കൂല മക്കളെ. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു സാധനം, നമ്മുടെ യൂട്യൂബ്, ഞാൻ ഈ വീഡിയോ ഇടുന്ന യൂട്യൂബ്, ഈ യൂട്യൂബിനെ ആർക്കെങ്കിലും ഹാക്ക് ചെയ്യാൻ പറ്റുമോ? യൂട്യൂബിലെ പോൾ ആർക്കെങ്കിലും ഹാക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ എൻ്റെ യൂട്യൂബിൽ ഇന്ന് രാവിലെയും പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ പോൾ ഇട്ടതിനകത്ത് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 13 മണിക്കൂറായിട്ടുള്ളൂ. ഇന്ന് ആര് കപ്പ് തൂക്കും? അനുമോൾ, അനീഷ് എന്ന് പറഞ്ഞിട്ടിരുന്നു. 1,25,000 പേര് അതിനകത്ത് വോട്ട് ചെയ്തിട്ടുണ്ട്. 70% അനുമോൾക്കാണ് കുത്തിയിരിക്കുന്നത്. 70%. നിങ്ങളുടെ സ്വന്തം ഫോൺ, ഇപ്പൊ നിങ്ങൾ പറയും PR എന്ന്, നിങ്ങളുടെ സ്വന്തം ഫോണിൽ ഒരു 5 Gmail ID ക്രിയേറ്റ് ചെയ്ത് നോക്ക്. 6ാമത്തെ ക്രിയേറ്റ് ചെയ്യാൻ ഒരു കാരണവശാലും നിങ്ങൾക്ക് പറ്റില്ല. ബ്ലോക്ക് ചെയ്യും. 5 എണ്ണം മാക്സിമം പറ്റും. ഇപ്പൊ 4 പറ്റത്തുള്ളൂ. അതിനുശേഷം റോബോട്ടാണെന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്യും. അങ്ങനെ പോലും വോട്ട് കുത്താൻ പറ്റില്ല. അപ്പൊ ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ പോലെ യൂട്യൂബ് പോളിൽ കാര്യം നടക്കത്തുള്ളൂ. യൂട്യൂബ് പോളിലെ സർവേയിൽ എന്തുകൊണ്ട് അനീഷിന് വോട്ട് വരുന്നില്ല, അനുമോൾക്ക് മാത്രം വോട്ട് വരുന്നു? 70%. നിങ്ങൾ തന്നെ ഇപ്പൊ കണ്ടാണല്ലോ. 1,00,000 വോട്ടെന്ന് പറഞ്ഞാൽ ഒരു സർവേ ആണ്. 1,00,000 വോട്ട് ഒരു സർവേ കണക്കാണ്. അപ്പം ഈ പറയുന്ന വോട്ടിന് ഒരു വാല്യൂ ഇല്ലേ? PR മാത്രമാണോ PR-കാർക്ക് ചെയ്യാൻ പറ്റുന്നത്? ചിലപ്പോൾ വോട്ടിന് ഹോട്ട്സ്റ്റാർ ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എനിക്ക് അറിയാത്ത കാര്യം ഞാൻ പറഞ്ഞില്ല. റൈറ്റപ്പ് എഴുതി വിടാൻ പറ്റും, ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, അതൊക്കെ പറ്റുമായിരിക്കാം. കമന്റ് ഇടാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കാൻ പറ്റും. അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് വേറെ ഏതും യൂട്യൂബിൽ വന്ന് ചെയ്യാൻ പറ്റത്തില്ല. ഹോട്ട്സ്റ്റാറിലും ചെയ്യാൻ പറ്റൂല എന്നാണ് വിശ്വാസം. പണ്ടത്തെ ഹോട്ട്സ്റ്റാർ അല്ല, ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. ഇതിനകത്ത് ഒരു വേലയും നടക്കൂല. അപ്പൊ അതുകൊണ്ട് ഒരാൾക്കൊരു നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അനുമോക്ക് PR ആണെന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അനുമോക്ക് PR ഉണ്ടെങ്കിൽ വോട്ടൊക്കെ അടിച്ച് കയറ്റാൻ പറ്റുമെങ്കിൽ ഇപ്പൊ ആശുപത്രി പോയി ക്യൂ എടുത്ത് വോട്ട് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എനിക്ക് അതിനോടൊന്നും യോജിപ്പില്ല പേഴ്സണലി. പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ഗതികേട് വന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വോട്ടൊന്നും അടിച്ച് കയറ്റാൻ പറ്റൂല എന്നാണ് അതിനർത്ഥം. എന്തായാലും അനുമോൾ വിജയിച്ചു. എന്താ പറയുക, എനിക്ക് ഓക്കെയാണ്. ഞാൻ പറഞ്ഞല്ലോ, അനുമോൾ വിജയിച്ചാലും അനീഷ് വിജയിച്ചു കഴിഞ്ഞാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ബിക്കോസ് ബോത്ത് ഓഫ് ദം ആർ വെരി 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 ഡിസർവിങ് ഫോർ ദിസ് കപ്പ്. നല്ല രണ്ട് പേരായിക്കോട്ടെ, 2 പേരും അത്യാവശ്യം നല്ല ലെവലിൽ അവരുടെ ഇൻഡിവിജ്വാലിറ്റി 100 ദിവസം കൊടുത്ത പ്ലെയേഴ്സാണ്. അനുമോൾ വെറൈറ്റി ഒരു ലെവലായിരുന്നു. ആദ്യം ഇമോഷണൽ ആയിട്ട് വന്ന് പിന്നെ സ്ട്രോങ് ആയി. കോർണറിങ് തുടങ്ങിയപ്പോഴാണ് സ്ട്രോങ് ആയത്. അനുമോക്ക് കപ്പ് കിട്ടിയെങ്കിൽ അവിടെ ഇരുന്ന് കൈ അടിക്കാത്ത ആൾക്കാർ കുശുമ്പും അസൂയയും കാണിച്ചിട്ട് യാതൊരുവിധ കാര്യമില്ല. നിങ്ങൾ കോർണറിങ് ചെയ്തിട്ടാണ്, നിങ്ങൾ ഒറ്റപ്പെടുത്തിയിട്ടാണ് അനുമോക്ക് കപ്പ് കിട്ടിയത്. നിങ്ങൾ ഒറ്റപ്പെടുത്തിയത് കൊണ്ട് തന്നെയാണ് അനുമോൾ അതിനെ ചങ്ങലയായിട്ട് അതിനെ പൊട്ടിച്ച് ഒറ്റക്കൊമ്പനായിട്ട് അതിൽ നിന്ന് ഇളകി വന്നത്. നിങ്ങൾ കാരണം തന്നെയാണ് അനുമോക്ക് കപ്പ് കിട്ടിയത്. ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല അനുമോൾ ഒരു ഗെയിം ജയിച്ചെന്നോ, ഗെയിം കളിച്ചെന്നോ, ടാസ്ക് കളിച്ചെന്നോ, മികവുറ്റ പ്രകടനമെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല.
പക്ഷേ അനുമോളെ ജയിപ്പിക്കാനായിട്ടുള്ള എല്ലാ വകുപ്പും ഉണ്ടാക്കി കൊടുത്തത് നിങ്ങളാണ്. നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കി കൊടുത്തത്. ഈ അസൂയയും കുശുമ്പും കാണിക്കുന്ന ആൾക്കാർ തന്നെയാണ് അനുമോൾക്ക് ജയിക്കാനുള്ള എല്ലാ സാധ്യതയും പഴുതുവെക്കാൻ ആദ്യത്തെ 35 ദിവസം, അതിനുശേഷം ഞാൻ പറയൂല, ആദ്യത്തെ 35 ദിവസം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. അവസാനത്തെ വീക്ക് വന്നപ്പം നമ്മൾ വിചാരിച്ചു അനീഷോ അനുമോളോ എന്ന് വിചാരിച്ചിരുന്നിടത്ത് നിന്ന് അനീഷല്ല അനുമോളിനെ കപ്പ് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് റീ എൻട്രീസ് കയറിപ്പോയത്. അനുമോളുടെ മണ്ടേ പോയി എല്ലാവരും കൂടെ കയറി അവർക്ക് കപ്പ് വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ ഇത് ആരുടെ പ്രശ്നമാണ്? നിങ്ങളുടെ പ്രശ്നമാണ്. അനീഷിന്റെ കേസ് പറയുമ്പോൾ നിങ്ങൾ കൈയടിക്കുന്നുണ്ടല്ലോ, അനുമോളുടെ കേസിൽ നിങ്ങൾ കൈയടി. എന്ത് കുശുമ്പാണിത്, എന്ത് കുശുമ്പാണ്. ഒരു ഗെയിമിനെ ഗെയിമായിട്ട് കാണുക, ഒരു ഗെയിമിനെ. അതിനകത്ത് എൻ്റെ പൊന്നെ വന്ന് അനൗൺസ് ചെയ്യുന്ന കണ്ടിട്ട് എനിക്ക് കളഞ്ഞിട്ടിട്ട് വേണം. ഈ സീസണിലെ കണ്ടസ്റ്റൻസ് സൂപ്പർ കണ്ടസ്റ്റൻസ് ആണെന്ന്. ഇമേജ് നോക്കാതെ കളിച്ചു. ആ ഒരു കാര്യത്തിൽ ഞാൻ അച്ചിട്ട് പറയുന്നു, ഇമേജ് നോക്കാതെ കളിച്ച സൂപ്പർ കണ്ടസ്റ്റന്റ് ആണ്. പക്ഷെ അതുക്കപ്പുറം സ്റ്റാൻഡേർഡ് ഇതിനകത്ത് മിക്കുള്ളവർക്കും ആ സാധനം ഇല്ല. ഇതിനെ നമ്മൾ ഈ ചന്തയിലൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ പറയുമല്ലോ മീൻ വാങ്ങിക്കാൻ പോകുന്നിടത്തൊക്കെ അടിയായിരിക്കും എന്നൊക്കെ, അത് ഇതിനേക്കാളും സ്റ്റാൻഡേർഡ് ഉണ്ട്. സത്യം മക്കളെ, സത്യം പറയില്ല, ആദ്യമായിട്ടാണ് ഞാൻ, നിങ്ങൾക്ക് അറിയായിരിക്കും എല്ലാ സീസണും അവസാനിക്കുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കും റിവ്യൂ ഒക്കെ പറയാൻ വരുമ്പോൾ. എനിക്ക് സന്തോഷവും സമാധാനമാണ്. ഇങ്ങനെ നമുക്ക് വേണ്ട, ഇങ്ങനത്തെ സീസൺ നമുക്ക് കാണണ്ട. ഇപ്പൊ അനുമോള് ജയിച്ചെങ്കിലും ഞാൻ അനുമോൾ ഇസ് ദ പെർഫെക്റ്റ് എന്നൊന്നും ഞാൻ പറയില്ല. എൻ്റെ പൊന്നെ, നമ്മളെ കണ്ടിട്ടുണ്ട്. അനുമോള് കാട്ടിക്കൂട്ടുന്ന വേലകളും നമ്മൾ കണ്ടു, അനീഷ് കാട്ടിക്കൂട്ടണേയും കണ്ടു, എല്ലാവരും കാട്ടിക്കൂട്ടണേ നമ്മൾ കണ്ടു. ഇതുപോലത്തെ ഒരു സീസൺ ജന്മത്തുണ്ടാവരുതേ എന്നങ്ങനെ നാറി പുഴുത്ത കണ്ടന്റ് നമുക്കത് വേണ്ട. ഈ കണ്ടന്റ് അല്ല നമുക്ക് വേണ്ട. നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഓർഗാനിക് സാധനം വേണം. അല്ലാതെ ഇമാതിരി നാറിപ്പുഴുത്തതും തീട്ടക്കേസും നാറ്റക്കേസും വളിക്കേസും അല്ല നമുക്ക് വേണ്ടത്. സത്യം, ഇങ്ങനെയൊക്കെ നമ്മുടെ റിവ്യൂവിൽ നമ്മൾ പറയാത്തതാണ്. പക്ഷെ നമ്മളെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത് നിങ്ങളുടെ കോണ്ടന്റ് കാരണം തന്നെയാണ്. ഇതുപോലൊരു സീസൺ ഇനി ഉണ്ടാവരുതേ. 7ന്റെ പണിയല്ല, ഇനി അടുത്ത വർഷം 8ന്റെ പണിയുമായിട്ട് വരുന്നുണ്ടെന്നാണ് ലാലേട്ടൻ പറയുന്നത്. എൻ്റെ പൊന്നി ലാലേട്ട, നിങ്ങൾക്ക് ബുദ്ധിയുണ്ടേ നിങ്ങൾ വരരുത്. ഇപ്പൊ തന്നെ നിങ്ങൾ ഈ ഷോ ഹോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എന്തോ ഒരു നെഗറ്റീവാണ് വരുന്നതെന്ന് അറിയാവോ? ബുദ്ധി ഉണ്ടെങ്കിൽ ഇത് വരരുത്. വേറെ ആര് വേണമെങ്കിലും എടുത്തോട്ടെ. നമുക്ക് വിന്നറുടെ കാര്യം കളയാം. ഗ്രാൻഡ് ഫിനാലെ എങ്ങനെ ഉണ്ടായിരുന്നു? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ, എനിക്ക് ഗ്രാൻഡ് ഫിനാലെ എല്ലാ പ്രാവശ്യവും ഇത്തിരി ലാഗായിട്ട് തോന്നി. ഇന്ന് എനിക്ക് അത്ര ലാഗായിട്ട് തോന്നിയില്ല. ഒരു 8-8:30 വരെ ലാഗ് ഉണ്ടായിരുന്നു. ഉള്ള കാര്യം 8:30 കഴിഞ്ഞ് പടയെന്ന് പറഞ്ഞ് നീങ്ങിപ്പോയി. മറ്റത് ഒരാൾ ഔട്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ കുറേ നേരം കഴിഞ്ഞിട്ടാണ് അടുത്ത ആളെ എവിക്റ്റഡ് ആക്കുന്നത്. ഇതങ്ങനെയല്ല, വേഗം നീങ്ങിപ്പോയി. എനിക്ക് അക്ബറിനെ എവിക്റ്റ് ആക്കി തൊട്ടടുത്ത് എന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നെവിനെ എവിക്റ്റ് ആക്കി. അപ്പം ഞാൻ ആ വേഗത്തിൽ പോകുന്നുണ്ടല്ലോ എന്ന് തോന്നിപ്പോയി. പിന്നെ ഫിനാലെ ടൈമിൽ വിന്നറിനെ അനൗൺസ് ചെയ്യുന്ന ടൈമിൽ എപ്പോഴായാലും ഇച്ചിരി ലാഗ് വരും. പക്ഷേ എനിക്കിനി ഇത് മനസ്സിലായ ഒരു കാര്യം, ബിഗ് ബോസിന് താങ്ങുന്നില്ല. ബിഗ് ബോസിന്റെ കയ്യിൽ കീശയിൽ കാശില്ലെന്ന് മനസ്സിലായി. കാരണം ആകെ അക്ബറിന്റെ എവിക്ഷൻ മാത്രമാണ് ഒരു നല്ല അടിപൊളി ടാസ്ക് വെച്ചത്. അതിനും വലിയ എക്സ്പെൻസ് ഒന്നും ആയിട്ടില്ല. ടാസ്ക് നടത്തുന്നതിന്റെ എക്സ്പെൻസ് ഒന്ന് ചിന്തിച്ചു നോക്കുക. ആ ടാസ്കിന് കുറച്ച് ബോർഡുകളും ഇത് മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പൊ ആ ടാസ്കിന് വലിയ എക്സ്പെൻസ് വരുന്നില്ല. പിന്നെ ടോപ്പ് 3 ടോപ്പ് 4 എന്താണ് ഒരു ബാനർ അഴിച്ചു വിടുന്ന കണക്ക്. അപ്പൊ അതും എനിക്ക് വലിയ ഇതായിട്ട് തോന്നിയിട്ടില്ല. അടുത്ത് ടോപ്പ് 3 വന്നിട്ട് എങ്ങനെയായിരുന്നു? ഷാനവാസിനകത്ത് കാർഡ് വായിക്കുന്നത് അല്ലേ? അപ്പൊ ഇത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഇതിനേക്കാളും കൊള്ളായിരുന്നു. മീൻസ് ഇതിൽ നിന്ന് തള്ളിയിടുക. ഋഷിയുടെ എവിക്ഷൻ അങ്ങനെ തള്ളിയിടുക. അഭിഷേകിന് ഇങ്ങനെ കറങ്ങുന്ന എന്തോ സാധനത്തിൽ നിന്നായിരുന്നില്ലേ? ജാസ്മിൻ്റെ മറ്റേ പട്ടിക്കൂട് പോലത്തെ സാധനം അത്ര പോലത്തെ. എൻ്റെ പൊന്നെ, കഴിഞ്ഞ തമിഴ് ബിഗ് ബോസിലെ ടോപ്പ് 5ഉം 4ന്റെ എവിക്ഷൻ നിങ്ങൾ കണ്ടു നോക്കണം. സീസൺ 8ന്റെ എന്ത് രസമായിട്ടാണെന്ന് അറിയാമോ അവർ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു അയലത്ത് പോലും എത്തുന്നില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പോട്ടെ, പറഞ്ഞിട്ട് കാര്യമില്ല. ഡാൻസ് ഇട്ട് കൊളമാക്കിയില്ല. നല്ല സ്റ്റാൻഡേർഡ് ഡാൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡാൻസ്. അത് എടുത്ത് പറയണം. തിളങ്ങുന്ന എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തിളങ്ങുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഈവൻ ശൈത്യ അടിപൊളി ഡ്രസ്സാണ്. സരിക, റെന, സാബുമാൻ, പിന്നെ പ്രവീണ്, മസ്താനി, ലക്ഷ്മി, എല്ലാവരും എടുത്തു പറയാൻ അത്ര അടിപൊളി ഡ്രസ്സായിരുന്നു എല്ലാവരും ഇട്ടിട്ടുണ്ടായിരുന്നത്. നല്ല തിളങ്ങുന്ന ഡ്രസ്സുകൾ. പിന്നെ എന്താ പറയുക, ട്രോഫി നോർമൽ ട്രോഫി തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും നോർമൽ ട്രോഫിയാണ് ഇഷ്ടം. നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് നോർമൽ ട്രോഫി തന്നെയാണ് ഇഷ്ടം. കഴിഞ്ഞ കാലത്തെ ട്രോഫി അങ്ങനെ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ല. ഇതെന്തോന്ന് ഇതെന്ന്. പക്ഷെ ശരിക്കും ഹിന്ദി ബിഗ് ബോസിലൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ട്രോഫിയൊക്കെ മാറി വേറെ ലെവലായി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബി എന്ന് എഴുതിക്കുന്ന എന്തെങ്കിലും ആയിരിക്കും കൊടുക്കുന്നത്. നോർമൽ ട്രോഫി പോലെ ആയി. നമ്മുടെ മലയാളത്തിന് ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു ട്രോഫി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 7 എന്നിങ്ങനെ വന്നിട്ട് അതിന്റെ നടുക്ക് ഇങ്ങനെ ഒരു ലോഗോ വരും. ഒരു 7, ഞാൻ വലിയൊരു 7 പിടിക്കുന്ന സാധനം 7 ഞാൻ പ്രതീക്ഷിച്ചു. അതിനകത്ത് ഇങ്ങനെ പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ സീസൺ 5 കൊടുത്തതിന്റെ ജസ്റ്റ് ഒരു വെർഷൻ മാറ്റമേ ഉള്ളൂ. സീസൺ 5 കൊടുത്ത അവർ ചുമന്ന പിടിയൊക്കെ ഇല്ലേ, ചുമന്ന പിടി, അതേ സെയിം സാധനത്തിൽ ലോഗോ മാത്രം മാറി വന്നു. അത്ര എനിക്ക് ചെറിയ ട്രോഫി ആണെന്ന് തോന്നിപ്പോയി കണ്ടപ്പോ.
നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? കഴിഞ്ഞ വർഷത്തെ ട്രോഫിയോട് എനിക്ക് താല്പര്യമില്ല, അങ്ങനെ ആക്കണ്ട. എന്നാലും ഞാൻ കുറച്ചുകൂടി നല്ലൊരു ട്രോഫി പ്രതീക്ഷിച്ചു. മാത്രമല്ല ട്രോഫിക്ക് എല്ലാ സീസണിലും നമ്മുടെ മലയാളത്തിന്റെ പ്രൊമോഷൻ, ഭയങ്കരമായ പ്രൊമോഷൻ വരാറുണ്ട്. ട്രോഫിയെ കുറിച്ച് 2 വാക്ക്, അല്ലെങ്കിൽ ട്രോഫിയോട് എന്തെങ്കിലും പറയണം, ട്രോഫി നേടാൻ വേണ്ടി. അപ്പം അങ്ങനത്തെ ഒരു സാധനം കിട്ടിയില്ല. ഒരു 10 സെക്കൻഡ് ട്രോഫിയെ കാണിച്ച ആ പരിപാടി അങ്ങ് തീർത്ത് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ സ്കിറ്റ് ഒരു രക്ഷയില്ല. നമ്മളെ റിവ്യൂവേഴ്സിന്, അതുപോലെ തന്നെ പ്രഡിക്റ്റ് ചെയ്യുന്ന എന്നെ പോലെയുള്ള പലരെ പോലെയുള്ള പ്രഡിക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്ക്, ബിഗ് ബോസ് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക്, അതുപോലെ തന്നെ PR ചെയ്യുന്ന ആൾക്കാർക്ക് 16 ലക്ഷമൊക്കെ അതുപോലെ തന്നെ എടുത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജഗദീഷും അതിനകത്ത് നിൽപ്പുണ്ട്. എനിക്കതിൽ നിന്ന് മനസ്സിലായ സാധനം, ജഗദീനി ഒരു അൾട്ടിമേറ്റ് സീസണൊക്കെ വന്നു കഴിഞ്ഞാൽ ജഗദീഷ് ഹോസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത എനിക്കിങ്ങനെ ജഗദീഷിനെ കൊണ്ടുവന്ന് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോയി. പിന്നെ ഗ്രാൻഡ് ഫിനാലെ ഭയങ്കര അടിപൊളിയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടൊക്കെ അടിപൊളിയായിട്ട് അവർ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. സ്റ്റേജിൽ ലാലേട്ടന്റെ സ്റ്റേജിന്റെ അവിടെ വലിയ സെറ്റപ്പുകളും കാര്യങ്ങളൊന്നും ഇല്ല. കണ്ടസ്റ്റൻസ് ഇരിക്കുന്നതിന്റെ അവിടെ ചെയ്തു വെച്ചിരിക്കുന്നതും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, നോർമൽ ഗ്രാൻഡ് ഫിനാലെയാണ് കേട്ടോ, കുറ്റം പറയാൻ പറ്റത്തില്ല. ഗ്രാൻഡ് ഫിനാലെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, നോർമൽ എന്ന് പറയാം. ഭയങ്കര സംഭവമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിന് മാത്രമുള്ള സാധനമൊന്നുമില്ല. ഞാൻ എപ്പോഴും ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ഫിനാലെ എന്ന് ആലോചിക്കുമ്പോൾ എപ്പോഴും എനിക്ക് ഓർമ്മ വരുന്ന സാധനം പച്ച ചോപ്പ് ലൈറ്റ് ആണ്. അത് ഏതെങ്കിലും ടോപ്പ് 5നോ 4നോ ഏതെങ്കിലും ഒന്നിന് വെക്കുമെന്ന് ഞാൻ കരുതി. അങ്ങനെ വന്നിട്ടില്ല. വിജയ്ക്ക് 42,55,210 രൂപയും മാരുതി സുസുക്കിയുടെ കാറും കിട്ടിയിട്ടുണ്ട്. പിന്നെ അനീഷിന് വീട്ടിലത്തേക്കുള്ള എല്ലാ ഹോം അപ്ലയൻസസും മൈജി സ്പോൺസർ ചെയ്തിട്ടുണ്ട്. തേർഡിന് സാംസങ് ഗാലക്സി സെറ്റ് ഫോൾഡ് ഫോൺ കിട്ടിയിട്ടുണ്ട്. ഫോർത്തിന് ഡബിൾ ഡോർ ഫ്രിഡ്ജ് കിട്ടിയിട്ടുണ്ട് നെവിന്. ഫിഫ്ത്തിന് നമ്മുടെ ഒരു പാർട്ടി ബോക്സ് JBLന്റെ സംഭവം അക്ബറിന് കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നടന്നിട്ടുള്ളത്? ബിഗ് ബോസ് സീസൺ 7ന്റെ ഡേ 98 നവംബർ 9 ഗ്രാൻഡ് ഫിനാലെ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. എനിക്ക് ആദ്യം നിങ്ങളടുത്ത് പറയാനുള്ള ഒരു കാര്യം, ഈ ബിഗ് ബോസ് കഴിയുമ്പം അൺസബ്സ്ക്രൈബ് അടിച്ചു പോകുന്ന കുറേ വ്യൂവേഴ്സ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അടുത്ത് കുറേ പേര് അൺസബ്സ്ക്രൈബ് അടിച്ചു പോയി. ഞാൻ ചോദിക്കട്ടെ, ഈ 100 ദിവസത്തിന് വേണ്ടി ഞാൻ എത്രത്തോളം ഡെഡിക്കേറ്റ് ചെയ്ത്, എനിക്ക് കാശൊക്കെ കിട്ടുന്നുണ്ട്, അതുള്ളത് തന്നെയാണ്, പക്ഷെ ഞാൻ എത്രത്തോളം ഡെഡിക്കേറ്റ് ചെയ്ത് നമ്മുടെ സമയം മാറ്റി വെച്ചിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോസ് ചെയ്തത്. അപ്പം നിങ്ങൾ എൻ്റെ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു വ്യൂവർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുക. കാരണം എനിക്ക് ബിഗ് ബോസ് മാത്രമല്ല, ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുണ്ട്. അടുത്ത വർഷത്തേക്ക് പോകാൻ നിൽക്കുന്നവരോട്, അല്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങുന്ന വിഷയങ്ങൾ, ഇനി ഒത്തിരി വിഷയങ്ങൾ. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്, ബിഗ് ബോസ് തീർന്നെന്നാണോ? തുടങ്ങാൻ പോണതേ ഉള്ളൂ. അവിടെ നിന്ന് ഇനി ഇറങ്ങി ഇവരൊക്കെ ഇനി കലഹത്തോട് കലഹമായിരിക്കും. അതിൻ്റെ റിയാക്ഷൻസ്, അതിനോടുള്ള എൻ്റെ അഭിപ്രായങ്ങളെല്ലാം ഉണ്ട്. അപ്പം നിങ്ങളെ ഇത്രയും ദിവസം ഞാൻ അപ്ഡേറ്റ് തന്നിട്ടായാലും ചാനൽ വിലക്കുന്നത് വരെയും ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റുകൾ തന്നുകൊണ്ടാണ് ഇരുന്നത്. അപ്പം ഇതിൻ്റെ എല്ലാം ഒരു സ്നേഹം, ഒരു അൻപ് നിങ്ങൾ എനിക്ക് കൊടുക്കും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം. എൻ്റെ ജെന്യുവിൻ ആയിട്ടുള്ള വ്യൂവേഴ്സിന് ഇപ്പം ഞാൻ എന്ത് പറഞ്ഞാലും പോകുന്നുള്ളവർ പൊയ്ക്കോട്ടെ, ജെന്യുവിൻ ആയിട്ടുള്ളവർ അവിടെ നിൽക്കണം. അന്നും ഇന്നും എന്നും ഞാൻ ജെന്യുവിൻ ആയിട്ടേ നിന്നിട്ടുള്ളൂ. അനുമോടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അതും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അനീഷിന്റെ ഭാഗത്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് എൻ്റെ പല സുഹൃത്തുക്കളും കഴിഞ്ഞ വർഷത്തെ പോലെ ഈ സീസണിലും ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും അവരോടൊന്നും യാതൊരുവിധ പാർഷ്വാലിറ്റി ഞാൻ കാണിച്ചിട്ടില്ല എന്നുള്ള എല്ലാ പൂർണ്ണ ബോധവും എനിക്കുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് എൻ്റെ കൂടെ ഇത്രയും നാളെ നിന്ന വ്യൂവേഴ്സിന്. ഒത്തിരി സന്തോഷം. ഈ വർഷം നിങ്ങൾക്കറിയാം, കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ വർഷത്തെക്കാലം എനിക്ക് ഭയങ്കരമായ വ്യൂ ഡൗൺ ആണ്. സീസൺ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഡൗൺ ആണ്. സീസൺ തുടങ്ങിയപ്പോഴും ഡൗൺ തന്നെ. എൻ്റെ ഒരു വീഡിയോ 10,000 പേര് പോലും കാണാത്ത അവസ്ഥയിലെത്തി. പക്ഷെ എന്നാലും എന്നെ പിടിച്ചു നിർത്തിയത് നിങ്ങളുടെ കമൻസ് ആണ്. സോ താങ്ക് യു സോ മച്ച് ഫസ്റ്റ് ഓഫ് ഓൾ. ഇന്നത്തെ കഥ പറച്ചിലോട്ടല്ല ഞാൻ വരുന്നത്, ഞാൻ കറക്റ്റ് റിവ്യൂലോട്ടാണ്. എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ടതായിരിക്കും. വീട്ടുകാർക്ക് നോർമലായിട്ടുള്ളൊരു പാട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. മീൻസ് എന്താണ്, അസ് യൂഷ്വൽ ഭയങ്കരമായ സംഭവമൊന്നും ഈ ഗ്രാൻഡ് ഫിനാലിൽ കാര്യങ്ങളെന്ന് പറയുന്നത്. ലാലേട്ടൻ്റെ എൻട്രി, ശരിക്കും ലാലേട്ടൻ്റെ എൻട്രിയുടെ പാട്ട് അസ്രായേൽ പാട്ടൊക്കെ പൊളിയാണ്. ലാലേട്ടൻ്റെ ഡ്രസ്സ് എനിക്ക് ഫസ്റ്റ് വന്ന് എനിക്ക് കൊടുത്ത എനിക്ക് അത്ര ഓക്കെ ആയിട്ട് തോന്നിയില്ല. പക്ഷേ ലാസ്റ്റ് അനൗൺസ് ചെയ്യാൻ സമയത്തിട്ടുണ്ടെന്ന് ഒരു ഡ്രസ്സുണ്ട്, നല്ല കുറേ മുത്തൊക്കെ വെച്ച് കല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചത്. നല്ല അടിപൊളി ഡ്രസ്സാണ്. ആദിലയുടെയും നൂറിൻ്റെ ഡ്രസ്സിൻ്റെ മക്കളെ ഇങ്ങനെ അത്ര അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുണ്ട് ആ ഡ്രസ്സ് കാണാനായിട്ട്. അവരുടെ ജേർണി വീഡിയോസൊക്കെ തന്നെ സ്റ്റേജിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. വാട്ട് എ സൂപ്പർ ജേർണി വീഡിയോ. അത് കാണുമ്പോഴാണ് ആ നൂറ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് ഫീൽ ചെയ്യുന്ന സാധനം. അതിലെ നൂറേയും വീട്ടിലോട്ട് വിളിക്കുമെന്ന് ലാലേട്ടൻ പറയുമ്പോൾ ലക്ഷ്മിയുടെ ഫേസ് ഒക്കെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇനി നമ്മുടെ വിന്നാസ് എന്ന ടോപ്പ് 5ന്റെ ഡ്രസ്സിലോട്ട് വരാം. സത്യം പറയാമല്ലോ, ഇതുവരെ ഉള്ള സീസണിൽ എനിക്ക് ഒട്ടുമേ ഇഷ്ടപ്പെടാത്ത ഡ്രസ്സ് ഈ സീസണിലതാ. എന്ത് ഡ്രസ്സ് കോസ്റ്റ്യൂമാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. എനിക്ക് അതിനകത്ത് ആക്ച്വലി ഇഷ്ടപ്പെട്ടത് അനീഷിന്റെ ഡ്രസ്സ് അടിപൊളിയാണ്. ഏറ്റവും അടിപൊളി അനീഷിന്റെ ഡ്രസ്സാണ്. പിന്നെ ഷാനവാസിന്റെ ഡ്രസ്സ് സൂപ്പറാണ് കാണാൻ, നല്ലൊരു കരുതീല കളർ ആണെന്നാണ് എൻ്റെ ഓർമ്മയിൽ. നല്ല രസമുണ്ട്. അക്ബറിൻ്റെ ഒരു പച്ചയിൽ കുറച്ച് ഡിസൈനൊക്കെ വന്നിട്ടുള്ളത്. എടേ അനുമോക്കൊക്കെ എന്തൊരു ഡ്രസ്സ് കൊടുത്തത്.
മുടിയൊക്കെ ആണെങ്കിൽ പിരുത്തിട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു അയ്യേ റെനീഷയ്ക്കൊക്കെ കൊടുത്ത മാതിരി ഉള്ള ഡ്രസ്സൊക്കെ കൊടുത്തുവിടാന്ന്, മുടിയൊക്കെ ചുരുട്ട കേളൊക്കെ ചെയ്തിരുന്നെങ്കിൽ നല്ല രസം. ഇത് ഒരുമാതിരി കുളിച്ചിട്ട് ഇറങ്ങി വന്നാണൊക്കെയാണ് അനുമോക്ക് കൊടുത്തിരുന്നത്. നെവിന് കൊടുത്ത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നെവിന് ചേരുന്നില്ല ആ ചാണകപ്പച്ച കളർ, അല്ല ആ ഒരു പിങ്ക് കളർ ചേരുന്നില്ല. പിങ്ക് അല്ലായിരുന്നോ? കറക്റ്റ് എനിക്ക് ജ്ഞാപകം ഓർമ്മ കിട്ടുന്നില്ല. പക്ഷെ എനിക്കങ്ങോട്ട് ഓക്കെ ആയില്ല ഡ്രസ്സിന്റെ കേസിൽ. എനിക്ക് അപ്പം തന്നെ എനിക്ക് ഡിസപ്പോയിൻമെന്റ് ആയിപ്പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിൽ ഒരു പ്രൊമോഷനും ഗ്രാൻഡ് ലോഞ്ചിന്റെ എന്നാലും നിങ്ങൾക്കറിയാം വൈകുന്നേരം 6 മണി വരെ ഒരു പ്രൊമോയും പുറത്തു വിട്ടില്ല. അതുപോലെ തന്നെയായിരുന്നു ഗ്രാൻഡ് ഫിനാലയ്ക്കും ഒരു പ്രൊമോയും ഇല്ല. ഈ വൈകുന്നേരം 6 മണി വരെ ഒന്നുമില്ല, കുറേ ഷോട്ടുകൾ മാത്രം വന്നുകൊണ്ടിരിക്കുന്നതല്ലാതെ. മറ്റേ തമിഴിലൊക്കെ ആണെങ്കിൽ തമിഴിൽ പറയുന്നത് കഴിഞ്ഞ വർഷം നമ്മുടെ മലയാളത്തിൽ ഉണ്ടായിരുന്നു. അതിനൊക്കെ തമിഴിനെ കൊടുത്തു വെക്കണം. കാരണം ഇങ്ങനെ ഉലക നെഞ്ചങ്ങൾ ആവലോടെ കാത്തിരിക്കും ഒരു ഇനിയ പിറപ്പിൻ വെട്രി വിഴ എന്ന നല്ല അടിപൊളി പ്രൊമോസ് ഒക്കെയാണ് വരുന്നത്, ഇവരുടെ ഡാൻസ് ഒക്കെ കളിക്കുന്നത്. ഓക്കെ പോട്ടെ. ദെൻ ആവശ്യമില്ലാതെ കുറെ വീഡിയോസ് ഇടയ്ക്ക് മുറക്കും കാണിക്കുന്നുണ്ട്. 100 ഡേയ്സിന്റെ ജേർണിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. വീട്ടിനകത്തുള്ളവരുടെ ഡാൻസും കാര്യങ്ങളും വരുന്നുണ്ട്. മസ്താനി പോസിറ്റീവായ കാര്യം, മസ്താനിക്ക് ഹാപ്പിനെസ് ആണ്. ഒരു സ്കിറ്റ് അവിടെ വരുന്നുണ്ട്, ഒരു സൂപ്പർ സ്കിറ്റാണ്. അതിനകത്താണ് PR 16 ലക്ഷത്തിന്റെ PR കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ട്. കുട്ടി അഖിലുണ്ട്, ജഗദീഷ് ഉണ്ട്, നമ്മുടെ ആക്ടർ ജഗദീഷ്, അലീന പടിക്കലുണ്ട് സീസൺ 2-ലെ. സീസൺ 3-ലെ നോബി ഉണ്ട്, നമ്മുടെ അസീസ് നെടുമങ്ങാട് ഉണ്ട്. അപ്പം ഇവരുടെ ആ ഒരു സ്കിറ്റിനകത്ത് PR കുറിച്ച് നല്ല വൃത്തിയായിട്ട് തേച്ചൊട്ടിക്കുന്നുണ്ട്. 16 ലക്ഷത്തിന്റെ കഥ. അതുപോലെ തന്നെ പ്രഡിക്ഷൻ, പുറത്ത് നമ്മളെ പോലെ ഇരിക്കുന്നവരെ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, നമ്മളെ പോലെ ഇരിക്കുന്നവരെ ജ്യോതിഷന്മാരായിട്ടും പ്രഡിക്ഷൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിട്ട് അവിടെ ഇരുത്തുന്നുണ്ട്. പക്ഷെ ഞാൻ അതിന് കുറച്ചും കൂടി ട്രോൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. പിന്നെ അലീന പടിക്കലിന്റെ ഒരു റോൾ, അത് എനിക്ക് എന്തിനാണ് ആ റോൾ കൊണ്ടുവന്നതെന്ന് എനിക്ക് പേഴ്സണലി മനസ്സിലായിട്ടില്ല. പിന്നെ ഒരു ബിഗ് ബോസ് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സന്റെ റോൾ, അങ്ങനെ എല്ലാം കൊണ്ടുവന്ന് നല്ല രസമായിരുന്നു. അടുത്ത ടോപ്പ് 5ന്റെ എവിക്ഷൻ വളരെ സിമ്പിൾ ആയിരുന്നു. നിങ്ങൾ കണ്ടിട്ട് അല്ല, ടോപ്പ് 5ന്റെ എവിക്ഷനാണ് ഇത്തിരിയെങ്കിലും ഒരു ടാസ്ക് എങ്കിലും ഉണ്ടായിരുന്നത് എന്ന് പറയേണ്ടി വരും. പിന്നെ അക്ബർ സ്റ്റേജിൽ വരുന്നുണ്ട്. അക്ബർ ഇറങ്ങാൻ സമയത്ത് അക്ബർ അനീഷിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അനീഷ് ഒരാളെ പോലും ഹേർട്ട് ചെയ്യാതെയാണ് കളിച്ചത്. ഈ സാധനം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലേ, ഒരാളെ പോലും ഹേർട്ട് ചെയ്യാതെ. അയാളുടെ പക്ക ക്വാളിറ്റിയാണ്. അയാൾ ഏഷ്യനെയും ഭരതകൃഷ്ണൻ ഒന്നും പറയാതെ ഒരാളെ ഹേർട്ട് ചെയ്യാതെ കളിച്ച അയാളുടെ ക്വാളിറ്റിയാണ്. സോ ആ കേസ് ബബായ് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അനുമോക്ക് കയ്യൊക്കെ കൊടുക്കുന്നുണ്ട്, വേറെ സീനൊന്നുമില്ല. സ്റ്റേജിൽ വരുന്നു. വില്ലൻ പരിവേഷമാണ്. ഇത് ഞാൻ പലതവണ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്, വില്ലൻ പരിവേഷമാണ് അക്ബർ. അന്നൊക്കെ നിങ്ങൾ കാർക്കിച്ച് തുപ്പി തള്ളിയിട്ടേ ഉള്ളൂ. ലാലേട്ടൻ തന്നെ ഇന്ന് ആ സാധനം പറയുന്നുണ്ട്. ദെൻ അടുത്ത് നമ്മുടെ സ്റ്റാർ സിംഗറിന്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബിന്നിയുടെയും ശൈത്യയുടെയും ഒരു സോങ് വരുന്നുണ്ട്, കലാപക്കാര. ഇത് ഇവർക്ക് അറിഞ്ഞു കൊടുത്ത സോങ് ആണെന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്, ഞാൻ പറയുന്നതല്ല. ഇവർ തന്നെ നമുക്ക് അറിഞ്ഞു തന്ന പേരാണ് കലാപക്കാര എന്ന് പറഞ്ഞ് ഷോർട്സിൽ ഇവർ പറയുന്നുണ്ട്. എന്നിട്ട് ബിന്നി തന്നെ പറയുന്നുണ്ട് കട്ടപ്പ ശൈത്യ എന്ന്. നമ്മൾ വഴിയിൽ കടാര കയറ്റം നോക്കാതിടമ്പലം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അപ്പൊ കടാര കയറ്റുന്ന കട്ടപ്പയാണ്, കട്ടപ്പ ശൈത്യ എന്ന് പറയുന്നുണ്ട്. ഇവരൊക്കെ തന്നെയാണ് ഈ പ്രചരണങ്ങൾ അവിടെ നിന്ന് അഴിച്ചു വിടുന്നത്. എന്നിട്ട് അവസാനം വരുന്ന എല്ലാ റിവ്യൂവേഴ്സിന്റെ മണ്ടയിലാണ്, നമ്മളൊക്കെയാണ് ഓരോരോ പേരിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് കേസുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ഞാൻ ഇന്നുവരെ എൻ്റെ വീഡിയോക്കകത്ത് ആരെയും കട്ടപ്പ എന്ന് വിളിച്ചിട്ടില്ല. നിങ്ങൾക്ക് എല്ലാ വീഡിയോയും ചെക്ക് ചെയ്ത് നോക്കാം. ഒരു പരിധി കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ ഒന്നും പറയാൻ പോകത്തില്ല ഗെയിം ബേസിലല്ലാതെ. ഓക്കെ, അടുത്ത് 38 ലക്ഷത്തിന്റെ വോട്ട് വന്നിട്ടുണ്ട് ഫിനാലേക്ക്. അതിൽ ലാലേട്ടൻ പറയുന്നുണ്ട് വോട്ടിംഗ്, ഓരോ ആഴ്ചത്തെ വോട്ടിങ്ങും കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ യമണ്ടൻ അടിയാവും. നമുക്ക് നാളെ നമുക്ക് ഈ വോട്ടിങ്ങിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നെവിന്റെ എവിക്ഷൻ വളരെ സിമ്പിളാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഷാനവാസിന്റെ എവിക്ഷൻ അതിലേറെ സിമ്പിളാണ്. അനീഷിന് ഫീൽ ആവുന്നുണ്ട്, അനീഷിന് ആ കേസ് ഫീൽ ആവുന്നുണ്ട്. ലാലേട്ടൻ പോകുന്നു, കുറേ ഡാൻസ് ഒക്കെ വരുന്നുണ്ട്. ഡാൻസ് എല്ലാം അടിപൊളിയാണ്, അതൊന്നും മോശം പറയാനില്ല. അനീഷിന്റെ ജേണി, പിന്നെ അനുവിന്റെ ജേണിയൊക്കെ കാണിച്ചു കൊടുക്കുന്നു. അനുവിന്റെ ജേണി 2 ചാപ്റ്ററായിട്ടൊക്കെയാണ് കാണിച്ചു കൊടുക്കുന്നത്. ഇടത് കയ്യിലാണ്. അപ്പൊ എനിക്ക് ലാലേട്ടനകത്ത് പോയപ്പോഴേ അനീഷ് വലത് ഭാഗത്ത് കിടന്ന് കറങ്ങുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് തോന്നിയതാണോ എന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ കമന്റ് ചെയ്യണം. എനിക്ക് ലാലേട്ടന്റെ വലത് ഭാഗത്ത് ഒന്ന് നിൽക്കാനായിട്ടുള്ള ട്രൈ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അനു ഇടത് ഭാഗത്ത് ഇരിക്കുന്നുണ്ട്. അപ്പൊ ലാലേട്ടൻ ഇങ്ങനെ ഇടയ്ക്ക് എന്തോ ലാലേട്ടൻ ഇങ്ങനെ അനുവിന്റെ കൈ വലത് പിടിക്കാൻ നോക്കിയിട്ട് പെട്ടെന്ന് അനീഷ് അവിടെ നിൽക്കുന്നതോടെ അങ്ങ് മാറുന്നുണ്ട്. ഇടത് കയ്യിലാണ് അനുവിനെയും പിടിച്ചുകൊണ്ടിരുന്നത്, വലത് കയ്യിലാണ് അനീഷിനെയും പിടിച്ചുകൊണ്ട് വരുന്നത്. സ്റ്റേജിലേക്ക് നേരെ വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലത് കൈ പൊക്കി വലത് കൈ പിടിക്കുമ്പോൾ തന്നെ സ്റ്റേജിലുള്ളവരുടെ ഒരു സന്തോഷം കാണണം കേട്ടോ. അനീഷിന്റെ കയ്യിൽ പിടിക്കുമ്പോൾ ഈ സ്റ്റേജിലുള്ള എൻ്റെ പൊന്നെ, അത് എപ്പിസോഡിൽ എവിഡന്റ് ആണ് ആ സാധനം. ഇവർക്ക് അത് ഇവർ വലത് കൈ പിടിച്ചു കഴിഞ്ഞാൽ ജയിക്കും എന്നുള്ള കാര്യം ഇവർക്ക് അറിയാമല്ലോ. അപ്പം ഇതെന്തായാലും ബിഗ് ബോസ് കൊടുത്ത പണിയാണ്. കാരണം ഇത് മാറണം, ഈ സാധനം മാറണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. കാരണം എല്ലാ സീസണിലും വലത് പിടിക്കുമ്പോൾ തന്നെ ആളുകൾക്ക് പിടി കിട്ടും, ഇയാളെ വിന്നറാക്കുന്നു. ഹിന്ദിയിലൊന്നും അങ്ങനെയല്ല, ഇടതും പിടിക്കും വലതും പിടിക്കും, അങ്ങനെ ഒന്നുമില്ല. തമിഴിലും അങ്ങനെ അല്ല, ചില നേരം വലതായിരിക്കും, ചില നേരം ഇടതായിരിക്കും, അങ്ങനെ.
അപ്പോൾ മലയാളത്തിൽ ആ മാറ്റം വന്നത് 7ാമത്തെ സീസണാണ്. ഇനിയിപ്പോൾ ഇതിനെ വളച്ചൊടിക്കാൻ ആൾക്കാർ വരും. ഇടത് കൈ പൊക്കിയത് അവളോടുള്ള ദേഷ്യം കൊണ്ടാണ്. ഇനിയിപ്പം കുശുമ്പും ഏഷണിയും പറയുന്നവർ ഇതായിരിക്കും പൊക്കിക്കൊണ്ട് വരുന്നത്. പറഞ്ഞോട്ടെ. അവിടെ വന്നിട്ട് അനുമോള് ഭയങ്കര കോൺഫിഡൻസോടെ സംസാരിക്കുന്നുണ്ട്. അനീഷ് നന്ദിയും പറയുന്നുണ്ട്. പിന്നെ റീഗലിൻ്റെ പ്രൈസ് ആരിന് കിട്ടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ പ്രൈസുകൾ ഓരോരുത്തരുടെ മൈജിയുടെ ഓരോരോ ഗിഫ്റ്റുകൾ കൊടുക്കുന്ന കാര്യം ഞാൻ ഓൾറെഡി നേരത്തെ അത് ഹൈലൈറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനീഷിന് ഫുൾ ഹോം അപ്ലയൻസസ് കൊടുക്കുന്നുണ്ട്. അവിടെ സ്റ്റേജിൽ ഏഷ്യനെറ്റിൻ്റെ ഹെഡ് കിഷൻ സാറ് വരുന്നുണ്ട്. അപ്പോൾ റിവ്യൂവേഴ്സിനെ കുറിച്ചിട്ടൊക്കെ പരാമർശിക്കുന്നുണ്ട്. ലീക്കാക്കുന്ന റിവ്യൂവേഴ്സും ലീക്കാക്കാത്തവരൊക്കെ ഉണ്ടെന്ന്. ഞാൻ ലീക്കാക്കിയിട്ടുണ്ട് പലതവണയും. പക്ഷേ അവർ പറഞ്ഞപ്പോൾ ഫൈനലി ഞാനത് നിർത്തിയിട്ടുണ്ട്. എൻ്റെ തെറ്റാണ്, ഞാനത് മനസ്സിലാക്കുന്നു. ഉണ്ണുന്ന ചോറിൽ തന്നെ മണ്ണ് വാരിയിടുന്ന പരിപാടി ഞാൻ നിർത്തിയതാണ്. ഞാനതിന് നിങ്ങളോട് പബ്ലിക്കലി സോറിയും പറഞ്ഞതാണ്. ഒരിക്കൽ കൂടി ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി. ഇന്നൊന്നും നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാൻ ഒന്നുമേ ലീക്കാക്കിയിട്ടില്ല. എല്ലാം വഴിയാ അറിയുന്നുണ്ടായിരുന്നു. ഞാൻ ഒന്നുമേ ലീക്കാക്കിയിട്ടില്ല, ഒന്നുമേ ഞാൻ പറയുന്നുണ്ടായില്ല. പലരും വീഡിയോ ഇടുന്നുണ്ടായിരുന്നു, പലരും പറയുന്നുണ്ടായിരുന്നു. ഞാൻ എപ്പിസോഡിലെ ടെലികാസ്റ്റിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ എല്ലാ വീഡിയോസും ഇട്ടത്. ഓക്കെ. പിന്നെ വിന്നർ ഈ പറയുന്ന വോട്ടിംഗ് പോസ്റ്റർ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ തകടം പറഞ്ഞ് 42% ആകുമ്പോൾ ലാലേട്ടൻ തന്നെ അവിടെ പിടിച്ച് നിർത്തിയിട്ട് വിന്നർ അനു എന്ന് പറഞ്ഞ് പിടിച്ച് ലാലേട്ടൻ സ്വതന്ത്ര അഹങ്കാരമായിട്ട് ലാലേട്ടൻ അതിനെ അങ്ങ് പൊക്കുന്നുണ്ട്. അനീഷ് സാപ്പി. അനു കരയുന്നുണ്ട്, കണ്ണ് നിറയുന്നുണ്ട്. അനു കപ്പ് പൊക്കുമ്പോൾ സത്യം പറഞ്ഞാൽ മസ്താനി ചാടി പൊങ്ങി ഇങ്ങനെ. മസ്താനിക്ക് ഈ വോട്ടിങ്ങിനെ കാരണം മസ്താനി ടെൻഷനാണ്. മസ്താനി ചാടി പൊങ്ങുന്നു, പ്രവീൺ ചാടി പൊങ്ങുന്നു, പിന്നെ ലക്ഷ്മി ചാടി പൊങ്ങുന്നു, അഭിലാഷ് ചെറുതായിട്ട്. വേറെ ആരും എല്ലാവരും ഈ ഷോക്ക് അടിച്ച കണക്ക്. ഇതിനകത്ത് അസൂയയും കുശുമ്പും ഉള്ളവർ പലരും ഉണ്ടെന്നുള്ള കാര്യം അതിൽ നിന്ന് എവിഡൻ്റ് ആണ്, നല്ല വൃത്തിക്ക് എവിഡൻ്റ് ആണ്. അതുകൊണ്ടൊക്കെ തന്നെ കാരണം ചിലർ അതിനകത്ത് ഉണ്ടല്ല കുറേ നേരം കഴിഞ്ഞിട്ട് ഞാനത് ഒരു കോമഡി. കുറേ നേരം കഴിഞ്ഞിട്ട് ഒരാൾ ഇങ്ങനെ എഴുന്നേക്കുന്നേ, ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ കൈയടിക്കുന്നു. അത്ര നേരം ഇങ്ങനെ ഇരിക്കുക കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് എന്താണ് അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും സ്റ്റേജിൽ വന്ന് ഉമ്മയൊക്കെ കൊടുത്ത് ഭയങ്കര കാര്യം. രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമാണ്, നന്ദിയൊക്കെ പറയുന്നു. കപ്പ് കൊടുക്കാൻ അനുമോൾ കരയുന്നുണ്ട്. ഫൈൻ, രണ്ടുപേരും ഡിസർവിങ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം അക്ബറിൻ്റെ എവിക്ഷനിൽ എനിക്ക് ഭയങ്കര അൺഡിസർവിങ് ആണ്. കാരണം അക്ബറെ ഞാൻ ടോപ്പ് ത്രീ കിട്ടിയില്ലെങ്കിലും പോട്ടെ, ടോപ്പ് 4 എങ്കിലും ഞാൻ എക്സ്പെക്ട് ചെയ്തു. നെവിന് ടോപ്പ് 4 ആണ്, ടോപ്പ് 5 ആണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ പ്രഡിക്ഷൻ അനു ഫസ്റ്റ്, അനീഷ് സെക്കൻഡ്, അക്ബർ തേർഡ്, ഷാനവാസ് 4th, നെവിൻ 5th എന്നായിരുന്നു. അത് ഞാൻ അക്ബറും ഷാനവാസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നെവിൻ കയറി വന്നു. അപ്പം ഇതാണ് ഇന്നത്തെ ദിവസം നടന്നത്. 42,55,210 രൂപയാണ് വിന്നറിന് കിട്ടിയത്. കട്ട് മറ്റേ എമൗണ്ട്, പണപ്പെട്ടിയുടെ എമൗണ്ടുകളെല്ലാം കുറച്ചിട്ട് മാരുതി സുസുക്കിയുടെ കാറും കിട്ടുന്നുണ്ട്. അപ്പം ഇത്ര തന്നെയാണ് നമ്മുടെ സീസൺ 7ന്റെ കർട്ടൻ റിവ്യൂവർ എന്ന പട്ടം ഞാൻ ഇവിടെ അഴിച്ച് വെക്കുകയാണ്. പക്ഷേ വിവാദങ്ങളും എനിക്ക് വന്നിട്ടുള്ള ഭീഷണികളും ഈ സീസൺ നടന്നുകൊണ്ടിരുന്ന സമയത്ത് കണ്ടസ്റ്റൻസിന്റെ വീട്ടുകാരെന്നെ വിളിച്ച് അറ്റാക്ക് ചെയ്തതൊന്നും ഞാൻ വെറുതെ വിടുമെന്ന് ആരും കരുതണ്ട. ഞാൻ ഇത്രയും ദിവസം നിങ്ങളുടെ അടുത്തെങ്കിലും അത് പറഞ്ഞോ? എനിക്കത് പറയായിരുന്നു, എനിക്ക് വ്യൂസ് ഉണ്ടാക്കാമായിരുന്നു, എനിക്കത് പറഞ്ഞ് എനിക്ക് പണം നേടായിരുന്നു. അവരുടെ കുറേ വോട്ട് എനിക്ക് കുറയ്ക്കായിരുന്നു. ഞാൻ ചെയ്തിട്ടില്ല മക്കളെ, ഞാൻ ചെയ്തിട്ടില്ല. ഒരുത്തന്മാരും നല്ലതല്ല, ഒരുത്തികളും നല്ലതല്ല, ഇവരുടെ ഫാമിലിയും കൂടി നല്ലതല്ല. കാരണം പലരുടെയും ഫാമിലീസ്, സത്യം പറയല്ലോ, ചിലരുടെയൊക്കെ ഫാമിലി ഉണ്ടല്ലോ, നമ്മൾ ആ കണ്ടസ്റ്റൻസിനെ കുറിച്ച് ഗെയിം ബേസ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവരൊന്നും നമ്മളൊന്നും നിങ്ങളുടെ പണിയല്ലേ അതുപോലെ തന്നെ ചെയ്യണമെന്ന് ചിലരുണ്ട്. ഞാനത് പറയാം. ഞാൻ ഇന്ന് കഴിയട്ടെ, ഇന്ന് വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ഇപ്പോൾ ഇളകി വരും. ഇന്ന് ബിഗ് ബോസ് പടയും അവരുടെ കുടുംബങ്ങളെ ഇളകി വരും മണ്ടയിലോട്ടൊന്ന് അറ്റാക്ക് ചെയ്യാൻ. ഇന്ന് വരാൻ ആരൊക്കെയാണെന്ന് നോക്കട്ടെ. ഞാനത് പറയും, നിവർത്തി കെട്ട് കഴിഞ്ഞാൽ ഞാനത് വിളിച്ച് പറയിക്കരുത് എന്നെ കൊണ്ട്. എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം ഇത്രയും ദിവസം ഞാൻ സഹിച്ച എൻ്റെ ക്ഷമ അത്രയ്ക്ക് കെട്ടിട്ടാണ് ഞാൻ ഇതിൽ നിന്നത്. ഇതിനകത്ത് അവർ കാണിക്കുന്ന ചന്തത്തരം വിളിച്ച് പറയുമ്പം അത്രയ്ക്ക് ഭീഷണികൾ വന്നിട്ടുണ്ട്. കണ്ണ് നിറഞ്ഞു പോകും ശരിക്കും. അത്രയ്ക്ക് ഞാൻ സഹിച്ചു പിടിച്ചാണ് ഞാൻ ഈ 100 ദിവസം നിന്നിട്ടുള്ളത്. ഞാനത് പറയും. നോക്കട്ടെ, ഞാനത് സന്ദർഭം അനുസരിച്ചിട്ട് ഞാനത് പറയും. ഒത്തിരി വെല്ലുവിളികൾ ഈ സീസണിൽ ഞാൻ നേരിട്ടിട്ടുണ്ട്, ഒത്തിരി വെല്ലുവിളി. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാൻ. നിങ്ങൾ ദയവ് കരുതി അൺസബ്സ്ക്രൈബ് അടിച്ച് പോകരുത്. നിങ്ങളാണ് എൻ്റെ വ്യൂവേഴ്സ്. അൻസിഫ് അറിയപ്പെടുന്നത് ബിഗ് ബോസ് അൻസിഫ് എന്ന് തന്നെയാണ്. അത് നിങ്ങൾ തന്ന പട്ടമാണ്. അതെനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ എൻ്റെ കൂടെ വേണം. ജെനുവിനായിട്ട് ഇത്രയും ദിവസം നിങ്ങളുടെ കൂടെ നിന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആർക്ക് വേണ്ടിയും ഒരു PR-ഉം ഒരു പണിയും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ PR പണി എടുത്തിട്ടുള്ള റിവ്യൂവേഴ്സ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് ധാരണയൊന്നുമില്ല, എനിക്കറിയത്തുമില്ല. എന്തായാലും ഞാൻ എടുത്തിട്ടില്ല. അൻസിഫ് ഒരാളുടെ അടുത്ത് നിന്ന് 1 രൂപയെങ്കിലും വാങ്ങിച്ചു എന്ന് ആരെങ്കിലും തെളിയിക്കട്ടെ, അന്ന് ഞാൻ ഈ പരിപാടി നിർത്തും.
ചിലപ്പോൾ അടുത്ത വർഷം എടുത്തോ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ സാഹചര്യം പോലെയൊക്കെ ഇരിക്കും. മുൻപോട്ട് അടുത്ത് നമുക്ക് കണ്ട് പ്രവചിക്കാനൊന്നും പറ്റത്തില്ല. ഈ സീസണിൽ അതുപോലെ തന്നെ മുന്നേ വന്നിട്ടുള്ള ഒരു സീസണുകളിലും ഞാൻ റിവ്യൂ ചെയ്തിട്ടുള്ള ഒരു സീസണുകളിലും ആർക്ക് വേണ്ടിയും ഒരു ഡയലോഗ് പോലും ഞാൻ എക്സ്ട്രാ പറഞ്ഞിട്ടുമില്ല. ആരെയും ഞാൻ എടുത്ത് സപ്പോർട്ട് ചെയ്തിട്ടുമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് താങ്ക് യു പറയാനുള്ളത് എൻ്റെ എല്ലാ ഓഡിയൻസിൻ്റെ അടുത്തുമാണ്. നിങ്ങളില്ലെങ്കിൽ ഞാനില്ല മക്കളെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഐ ആം സൈനിങ് ഓഫ് ഫ്രം സീസൺ 7 മലയാളം. ബൈ ഗുഡ് നൈറ്റ്. ആൻഡ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ നാളെ കൊച്ചിയിലോട്ട് വരുന്നുണ്ട്. അവിടെ എയർപോർട്ടിൽ കണ്ടസ്റ്റൻസ് ഒക്കെ വരും. അപ്പോൾ അവരെ കാണാനാണ്. അനുമോള് കപ്പടിച്ചുകൊണ്ട് ട്രിവാൻഡ്രത്തായിരിക്കും വരുന്നത്. പക്ഷേ ഞാൻ കൊച്ചിയിൽ പോകേണ്ട കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ പോകാൻ എനിക്ക് സ്വസ്ഥത വേണം. അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം ഒന്ന് മാറി നിൽക്കുകയാണ് ഇതിന്ന്. അപ്പം കൊച്ചിയിൽ എയർപോർട്ടിൽ നാളെ കണ്ടസ്റ്റൻസിനെ സ്വീകരിക്കാനായിട്ട് ആരെങ്കിലും വരുവാണെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാവും. കാണണമെന്നുള്ളവർക്ക് കാണാം, നമുക്ക് സംസാരിക്കാം, അഭിപ്രായങ്ങളൊക്കെ പറയാം, റിവ്യൂയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. ലാലേട്ടൻ പറയുന്നുണ്ട് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ ലാസ്റ്റ് അടുത്ത് 8ന്റെ പണിയായിട്ട് വരുന്നത്. വേണ്ട ലാലേട്ടാ വേണ്ട, നിങ്ങൾ വരണ്ട. ഞാൻ നിങ്ങളുടെ നല്ലതിനാണ് പറഞ്ഞത്, നിങ്ങൾ വരരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അൾട്ടിമേറ്റ് ഒന്നും ഇല്ലല്ലേ? അൾട്ടിമേറ്റ് ഒന്നും ഇല്ല. നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേവർക്കും ബൈ.